ഇന്നിവിടെ ഫിക്സ് ചെയ്യാൻ പോകുന്നത് പാനസോണിക്കിൻ്റെ TH-32HS625DX എന്ന 32 ഇഞ്ചിൻ്റെ സ്മാർട്ട് ടി വിയാണ് പാനസോണിക്കിൻ്റെ. കംപ്ലയിൻറ്റ് ഇടയ്ക്ക് ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടിരിക്കും, അതുപോലെ ഷിവറിങ് ആയിട്ടുകൊണ്ടിരിക്കും പിക്ചർ. അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് വരുന്നത്. നമ്മൾ ഇത്തരത്തിൽ പുതിയ ടി വികളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഈ സൈഡിലും അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ബോട്ടം സൈഡിൽ അതുപോലെ ടോപ്പ് സൈഡിലൊക്കെ ഇത്തരത്തിൽ സ്റ്റിക്കറുകൾ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും. ഇത് നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം റിമൂവ് ചെയ്ത് മാറ്റണം. 4 സൈഡിലുള്ള സ്റ്റിക്കറുകൾ അതേപോലെ റിമൂവ് ചെയ്ത് മാറ്റണം. അപ്പോൾ അത് എന്തിനാണ് മാറ്റുന്നത് വെച്ചാൽ ഇങ്ങനെ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ടിവിക്ക് ഗുണങ്ങളൊന്നുമില്ല. അപ്പോൾ അത് കമ്പനി പാക്കിങ്ങിൽ അതുപോലെ ജർക്കിങ് ഒക്കെ ഉള്ള ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഷെയ്ക്കുകളൊന്നും വരാതെ ഡിസ്പ്ലേ ഒക്കെ ചിലതിൻ്റെ പുറത്തോട്ടൊക്കെ വരാറുണ്ട്. നമ്മൾ ട്രാവൽ ഒരുപാട് ഷെയ്ക്ക് വരുമ്പോൾ അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമ്പനി ആദ്യം തന്നെ ആ സ്റ്റിക്കർ 4 സൈഡിൽ ഒട്ടിക്കുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് റിമൂവ് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്ന പോലെ പിക്ചർ ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും, മേലോട്ട് താഴെ ഇങ്ങനെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് കുറച്ചധികം വർക്ക് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അത് കംപ്ലയിൻറ്റ് കാണിക്കില്ല, കുറച്ചധികം സമയം വർക്ക് ചെയ്യുമ്പോഴാണ് അത് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിത് ഡിസ്പ്ലേ മാറാൻ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. മുമ്പ് ഇതുപോലെ റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് ശരിയായിട്ടില്ല. പക്ഷേ ഇതിനകത്തുള്ളൊരു കാര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, LGയുടെ ഡിസ്പ്ലേ അതുപോലെ BOയുടെ ഡിസ്പ്ലേ ഈ സെഗ്മെൻറ്റിൽ നല്ല ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ മോഡലിനകത്ത് വരുന്നത് LGയുടെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കംപ്ലയിൻ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും LG ഡിസ്പ്ലേ ഇത്ര പെട്ടെന്ന് കംപ്ലയിൻ്റ് ഉണ്ടോ, നേരത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ LG ഡിസ്പ്ലേ ആണ്, അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നതാണ്. പക്ഷേ ഇവിടെ ഈ മോഡലിൽ കംപ്ലയിൻറ്റ് വന്നുകൊണ്ട് ആ ഒരു ഇതിനെ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവുന്നല്ല. ചില കേസിൽ അതായത് എന്തെങ്കിലും മാനുഫാക്ചർ ഡിഫക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടോ പോകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ പോയതായിരിക്കണം ഇവിടെ. ഇതിന് മുമ്പ് ടിക്കം ബോർഡൊക്കെ ചെറുതായിട്ട് കട്ടിങ്ങൊക്കെ കൂടെ കാണാൻ മുമ്പ് റിപ്പയർ ചെയ്ത് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്കെയിലാർ ബോർഡുണ്ട്, അതായത് പാനലിൻ്റെ സ്കെയിലാർ ബോർഡിൻ്റെ 2 എൻഡിലേക്ക് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഡിസ്പ്ലേ തന്നെ സെയിം ഒറിജിനലിനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. പാനസോണിക്, തോഷിബ എന്നീ മോഡലിലൊക്കെ ഭൂരിഭാഗം കണ്ടിട്ടുള്ള LG ഡിസ്പ്ലേ ആണ്. പാനസോണിക്കിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ചില ടി വികളിൽ മദർ ബോർഡിൽ ഇൻബിൽറ്റ് ആയിട്ട്, അത് ടീക്കം ബോർഡ് ഇല്ലാതെ ഡയറക്റ്റ് നമുക്ക് LG പാനൽ മാത്രം ഇടാൻ പറ്റുന്ന മോഡലാണ് കൂടുതലും ചില പാനസോണിക് ടി വികളിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് വേറെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാനുള്ള തരത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ മദർ ബോർഡിൽ നിന്നുള്ള അല്ലെങ്കിൽ LVDS കേബിൾ നമുക്ക് BOE വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ സിംഗിൾ കോഫ് പാനൽ ഇടാം. അങ്ങനെ കുറച്ചധികം പാനലിനകത്ത് സൂട്ടാക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഇതിനകത്തുള്ളത് LG ആണ്. അപ്പോൾ LG ആണ് ഈ സെഗ്മെൻറ്റിൽ നല്ല ഡിസ്പ്ലേ. നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുള്ള LG ഡിസ്പ്ലേ ആണ്. അപ്പോൾ എന്തുകൊണ്ട് കംപ്ലയിൻ്റ് ആയെന്ന് വെച്ചാൽ എന്തെങ്കിലും മാനുഫാക്ചർ ഡിഫക്റ്റ് കൊണ്ട് റയർ കേസിൽ വരാറുണ്ട്. അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആണിത്. അല്ലാതെ ഒരിക്കലും LG ഡിസ്പ്ലേ വളരെ മോശമാണെന്നല്ല. എങ്ങനെ പോയൊരു നമുക്കൊരു 4 years എബോവ് കിട്ടാറുണ്ട് മിനിമം. നമ്മളെല്ലാ വീഡിയോകളും ചെയ്യുന്ന അപ്ഗ്രേഡ് ചെയ്യുമ്പോഴൊക്കെ BOE അല്ലെങ്കിൽ LG ആണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും പുതിയ ഡിസ്പ്ലേ തന്നെ മാറാൻ പോവാണ്. അപ്പോൾ ഈ പാനസോണിക്കിൻ്റെ ഇത് സ്മാർട്ട് ടി വിയാണ്. മുമ്പുണ്ടായിരുന്ന നോർമൽ ടി വിയിലൊക്കെ വരുന്ന LG ഡിസ്പ്ലേ ആണ്. 7-8 വർഷമൊക്കെ വർക്ക് ചെയ്യുന്ന ടി വികൾ ഇപ്പോഴും ഉണ്ട് പാനസോണിക്കിൽ LG ഡിസ്പ്ലേ വരുന്ന ടി വികൾ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും LGയുടെ പുതിയ സെയിം ഒറിജിനൽ ഡിസ്പ്ലേ തന്നെയാണ് മാറുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഈ കംപ്ലയിൻറ്റ് എന്തായാലും ഇപ്പോൾ അടുത്തൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. മുമ്പ് അത് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, അത് എന്തോരം നാൾ വർക്ക് ചെയ്യുന്ന അറിയില്ല, പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷിവറിങ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രോപ്പർ സൊല്യൂഷൻ അല്ല അത് മുമ്പ് ചെയ്തിട്ടുള്ളത്. അത് മുമ്പ് എവിടെ നിന്നാണ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത്തരത്തിൽ ഷിവറിങ് അതുപോലെ ഫ്ലിക്കറിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും പെർമനൻ്റായിട്ട് റിപ്പയർഡ് ആവില്ല. എന്തെങ്കിലും ചെറിയ ലൈൻസുകളോ അല്ലെങ്കിൽ ഇടയ്ക്കോ അല്ലെങ്കിൽ കുറച്ചധികം സമയം വർക്ക് ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റായിട്ട് വരും. ഒരു 6 മാസത്തിനുള്ളിലോ ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ ആകുമ്പോൾ കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്. പ്രോപ്പർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കംപ്ലയിൻറ്റ് വന്നാൽ ഉറപ്പായിട്ടും ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ചില കേസിൽ നമുക്ക് റിപ്പയർ ചെയ്താൽ കുറേ നാൾ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഡിസ്പ്ലേ മാറി അതിനകത്ത് നമ്മൾ ബാക്ക് കവറൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പാനസോണിക് ആൻഡ്രോയിഡ് TV ആണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.